പുന്നപ്രയില് 2022 റംഷാദ് എന്ന യുവാവ് തൂങ്ങി മരിച്ചു. റംഷാദ് 2022 മണ്ണഞ്ചേരി പൊന്നാട് സ്വദേശി ആയ റംഷാദും സമീനയും വിവാഹം കഴിച്ചിരുന്നു. 2022 വിവാഹമാണ്. അതിനുശേഷം കുറച്ച് നാളത്തിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് അവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അത് ഷമീനയുടെ ഒരു സുഹൃത്ത് മനോജ് എന്ന ഒരാൾ രംഗത്ത് വന്നു. അയാളും ഷമീനയും തമ്മിൽ സൗഹൃദത്തിലായി. അതുകൊണ്ട് മാനസികമായി റംഷാദ് വിഷമത്തിലായിരുന്നു. അദ്ദേഹം മാനസിക സംഘർഷത്താൽ അവസാനം തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് പിതാവിന് പരാതി ഉണ്ടായിരുന്നു. മരുമകളുടെ അമ്മയും മനോജുമായിട്ടുള്ള സൗഹൃദം കൂടി വന്നിരുന്നു. അത് പിതാവ് മുഹമ്മദ് രാജ നോട്ട് ചെയ്തിരുന്നു. അത് പോലീസിൽ പറഞ്ഞിട്ട് വലിയ നടപടിയൊന്നും ഉണ്ടായില്ല. റംഷാദ് തൂങ്ങി മരിച്ചു എന്നുള്ള കാരണത്തിൽ തന്നെ പോലീസിൽ നിന്നു. അമ്പലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ പിതാവ് ഇപ്പം പരാതി കൊടുത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം. അത് റംഷാദിന്റെ ഭാര്യ സമീനയുടെ സുഹൃത്ത് മനോജും തമ്മിലുള്ള സൗഹൃദം, അതാണ് മാനസിക വിഷമം ഭർത്താവിനുണ്ടാക്കിയത്. അതുപോലെ സമീനയുടെ അമ്മ ഇതിന് കൂട്ടുനിന്നു. അവരും ഇവരോടൊപ്പമായിരുന്നു. ഇവർ 3 പേരും കാരണമാണ് എൻ്റെ മകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അവൻ്റെ മാനസിക സംഘർഷത്തിൻ്റെ പുറത്താണ് അവൻ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് ഇതിനൊരു പ്രേരണാക്കുറ്റത്തിൻ്റെ സ്വഭാവമുണ്ട്. ഏതായാലും പിതാവ് മുഹമ്മദ് രാജ അമ്പലപ്പുഴ കോടതിയിൽ പരാതി കൊടുത്തു. കോടതി പരാതി സ്വീകരിച്ചു. അതിപ്പം പുന്നപ്ര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തൻ്റെ മകൻ റംഷാദും സമീനയും ആയി നല്ല സൗഹൃദത്തിലായിരുന്നു കല്യാണത്തിന് ശേഷം. പക്ഷേ അവർക്ക് മനോജ് എന്ന ഒരാളുമായിട്ട് ചില ബന്ധങ്ങൾ വന്നു. അതിന് സമീനയുടെ ഉമ്മ കൂട്ടുനിന്നു. അത് അവർ പറഞ്ഞ് വിലക്കിയില്ല. മനംനൊന്താണ് റംഷാദ് ആത്മഹത്യ ചെയ്തത്. പക്ഷെ ഇപ്പം അമ്പലപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് പോലീസ് പറയണത് കൃത്യമായി പോലീസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും. ഇതുപോലെ പല സംഭവങ്ങളും കേരളത്തിൽ നമുക്ക് ഉണ്ടാകുന്ന അറിയാം നമുക്ക്. കാരണം നമ്മൾ തലശ്ശേരിയിലെ സംഭവം നമ്മൾ കണ്ടു. കണ്ണൂര് ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ കണ്ണൂരിൽ നമ്മൾ കണ്ടു. അതിന് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദീപിയെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അത് പ്രേരണ കുറ്റം തന്നെ. അദ്ദേഹത്തിനെ അവിടുത്തെ സെൻഡ് ഓഫ് സമയത്തിരുന്ന് അവഹേളിച്ചു. അത് തന്നെയല്ല, അവരുടെ ചില വാട്സാപ്പ് മെസ്സേജുകളും മറ്റും പോലീസ് കണ്ടെടുത്തു. ദീപികയുടെ ഒരു പ്രേരണ കുറ്റം ഇതിനകത്തുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും അവരിപ്പോൾ ജാമ്യത്തിലാണ്. അതേ രീതിയിലുള്ള സമാനമായ കുറ്റങ്ങളാണ് ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് സമീനയും മനോജിനെയും അവരുടെ അമ്മയ്ക്കും എന്താണ് റോളെന്ന് കോടതി കണ്ടെത്തും. പോലീസ് അത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ചില അവിഹിതമായ സൗഹൃദങ്ങൾ പല കുടുംബങ്ങളിലുണ്ട്. അതൊക്കെ നിർത്തിവെക്കേണ്ട സമയം വന്നിരിക്കുന്നു. കാരണം പല വീടുകളിലുള്ള ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ, അവരുടെ സുഹൃത്തുക്കളെ, സ്ത്രീ ആയാലും പുരുഷനായാലും അവരെ പ്രതി ചേർത്ത് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ചില നീക്കങ്ങൾ നടത്തുന്ന പുരുഷനും സ്ത്രീയും ശ്രദ്ധിക്കുക. നിങ്ങളെ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം പോലീസ് കണ്ടെത്തും, വീട്ടുകാർ കണ്ടെത്തും. അതൊരു പ്രേരണ കുറ്റത്തിലേക്ക് വരികയും ചെയ്യും. കാരണം ഒരു കുടുംബ അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ വേറൊരാൾ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നല്ലോ, മഹാരാഷ്ട്രയിലെ 3 മാസത്തെ ശിക്ഷ. ആ സ്ത്രീയോട് അവരെ രാത്രി ഇരുന്ന് മെസ്സേജ് അയച്ചതാണ്. അവരോട് അപമര്യാദയായി മോശമായ രീതിയിൽ സംസാരിക്കുകയും
അതേ രീതിയിലുള്ള കമന്റുകൾ ഇടുകയും ചില വികൃതമായ സെക്ഷൽ ആയിട്ടുള്ള ഫോട്ടോകൾ അയച്ചു കൊടുക്കുകയും ചെയ്ത് കുറ്റകരമാണ് തന്നെ. അതിന് യാതൊരു സംശയമില്ല. അത് 75 BNS പ്രകാരം കുറ്റകരമാണ്. ആ ഒരു BNS പ്രകാരം തന്നെ 3 മാസത്തെ തടവ് വിധിച്ചു. അതിനൊരു ഡിജിറ്റൽ എവിഡൻസ് ഒന്നും ആവശ്യമില്ല ഇക്കാലത്ത്. അതുകൊണ്ട് രാത്രിയിലെ മെസ്സേജ് അയപ്പും ഒക്കെ നടത്തുന്നവർ അത് നിർത്തിക്കൊള്ളണം. കാരണം നിയമപരമായ കുരുക്കിലേക്ക് നിങ്ങൾ നീങ്ങും. അത് ഇതുപോലുള്ള തൂങ്ങിമരണ കേസുകളിൽ അതിന്റെ കാരണം പോലീസ് അന്വേഷിക്കും. അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയാൽ അത് വേറൊരാൾ, ഒരു കുടുംബജീവിതത്തിൽ വേറൊരാൾ ഇന്റർഫിയർ ചെയ്തതാണെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തികൾ പ്രതിയാകും എന്നാണ് ഇത് നമ്മൾ പഠിക്കേണ്ട പാഠം. അതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുക, ഇതുപോലുള്ള സൗഹൃദങ്ങൾ നിർത്തണം. ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് വേറൊരാൾ കയറി പ്രവേശിക്കുന്നത് നല്ലതല്ല. അത് നിങ്ങൾക്ക് വിനയാകും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ കുടുംബവും അതിന് ബലിയാടാകും എന്നാണ് ഞാൻ കരുതുന്നത്.